എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ വിവാ സിനിമ ചിരിമ. നമസ്കാരം. ഭീമ സിനിമ ചിരിമ എന്ന ചിരിയുടെ മഹോത്സവത്തിന്റെ ഒരു ഉഗ്രൻ എപ്പിസോഡ് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക, തമിഴ്നാട്. ഈ മായുടെ നേതൃത്വത്തിൽ ഇവിടെ സിനിമ ചിരിമ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഫിഗറുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. പരിശീലിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ സ്കിറ്റൊക്കെ കളിച്ച് മതിയായി, മടുത്ത് കോമഡി ഒക്കെ ചെയ്ത് മടുത്ത്. അപ്പൊ ഈ ഫിഗറുകളിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നേരത്തി വന്നതാണ്. ഫിഗറിൽ ഓൾറെഡി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ചേട്ടൻ. പ്രേം നസീറിനെ അതേപോലെ സത്യൻ മാഷിനെ. വെറുതെ ആവശ്യമില്ലാത്ത കേസ് അതൊക്കെ ചുമ്മാ. അല്ല ഈ പ്രേം നസീർ സത്യനൊക്കെ ഞങ്ങൾ വിട്ട് ഇല്ല, പുതിയ താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആരെയാണ് ഇപ്പൊ പഠിച്ച് പരിശീലിച്ച് വെച്ചിരിക്കുന്നത്? ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയോ? നീ എന്തിനാ കളിയാക്കിച്ചിരിക്കില്ല? കൂടുതലാണ്ടോ നിനക്ക്? സുരേഷ് ഗോപി സുരേഷ് ഗോപി നമുക്കൊന്ന് കണ്ടു എങ്ങനെയുണ്ട്. സുരേഷ് ഗോപി ഞാൻ എടുത്തിട്ട് വരട്ടെ? എങ്ങോട്ടാ പോണേ? ഇല്ല, ഫിഗർ എടുത്തിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരിക്കലും ഓർമ്മ കാണില്ല. ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതല്ലേ. രാജേഷേട്ടാ ഇതെന്താ? സുരേഷ് ഗോപി പറഞ്ഞു ഇത് മാത്രമേ ഉണ്ടായിരുന്നല്ലോ, ബാക്കിയൊക്കെ പ്രേം നസീർ തന്നെയാ. ചേട്ടനറിയോ സുരേഷ് ഗോപിയോ? സുരേഷ് ഗോപി ഡയലോഗിലാണ് കാര്യം, നല്ല കാര്യം. നോക്കിയോട്ടാ പുള്ളി വന്നില്ലേ, അത് ശരിയായില്ല. അത് നമ്മള് വരുമ്പോണ്ടല്ലോ ഇങ്ങനെ തഴോടണോ ഉണ്ടോ? ടീ കാലില്ലേ ഉണ്ടോ? വന്നില്ലേ ടീ കൈ ഇങ്ങനെ പിടിച്ചില്ലേ? അമ്മേ ഓർമ്മയുണ്ടോ അമ്മ മകം? അയ്യോ ഓർമ്മയുണ്ട് ചേട്ടാ. അതെ, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങൾ എന്തായാലും പരിശീലിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇന്ന് എന്തായാലും സിനിമാ ചിരിമ വേദിയിൽ സുരേഷ് ഗോപി വരുന്നുണ്ട്. നിങ്ങൾ ഇതാ ഇവിടെ പോയി ഇരുന്ന് ഒന്ന് നേരിട്ട് കണ്ട് ഒന്ന് മനസ്സിലാക്കൂ. വരുന്നുണ്ട്. കണ്ടിട്ട് എങ്ങനെയൊക്കെയൊന്ന് പഠിക്കൂ ആക്ഷൻസ് ഒക്കെ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. സുരേഷ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള സൗഹൃദമാണ് ഞാനും ലാലും സുരേഷ് ഗോപി. പൂവിന് പുതിയ പൂന്തങ്ങളിനെ കുറിച്ച് പറയുമ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബിയറിൻ്റെ രുചി എന്താണെന്ന് അറിയുന്നത് ഈ സിദ്ദിഖും ലാലും കൂടെ എന്നെ കൊണ്ടുപോയി ആലപ്പുഴ പ്രിൻസിൽ ഇരുത്തിയിട്ട് എനിക്ക് എന്തോ അന്ന് വലിയൊരു വിഷമം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് അങ്ങ് ഡെസ്പ് ആവുന്ന ആളാണ്. അപ്പോഴത്തേക്കും പറഞ്ഞു ഇങ്ങനൊന്നും ആയ പറ്റത്തില്ല, ആണുങ്ങളല്ലേ, വാ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരുത്തിയിട്ട് ലാല്, സിദ്ദിഖ് കഴിക്കത്തില്ല, ഭയങ്കര വിഭാവത്തുള്ള ആളല്ലേ. അപ്പോൾ ലാല് ഇരുന്നിട്ട് ഇതാ ഇത് കഴിക്കുക. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതൊന്നും കഴിക്കാത്ത സാധനമാണ്. ഇല്ല ഇത് കഴിക്കുക, ഇപ്പം ഞാൻ ശരിയാക്കി തരാം, നിങ്ങളിത് കഴിക്കുമെന്ന് പറഞ്ഞ് എന്നെ ആരോഗ്യവാനാക്കി ഭയങ്കര ധീരനാക്കി ഞെളിഞ്ഞ് നിർത്തി കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ച് ഒരു മഗ് ബിയർ കഴിപ്പിച്ചു. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ എന്നെ എടുത്തുകൊണ്ട് പോയി. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഞാൻ വളർന്നിട്ടേ ഇല്ല. ഇല്ല, ഞാൻ ഈ വൈൻ കഴിക്കും. എനിക്ക് ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസം ഒരു 2 ലാർജ് വൈൻ കിട്ടും, റെഡ് വൈൻ. അത് ഈ കയ്പുള്ള വൈനാണ്. അത് ലിവറിന് നല്ലതാണ്, ടോക്സിസിറ്റി മുഴുവൻ എടുത്ത് കളയും, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ എന്ന് നല്ലതാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ട് ഇനി എല്ലാവരും കൂടെ വൈൻ്റെ പിന്നാലെ ഓടാൻ നിൽക്കണ്ട. എന്തെങ്കിലും കാരണം കിട്ടാൻ അതെന്താണെന്ന് വെച്ചാൽ, പക്ഷെ അത് കഴിച്ചാലും ഞാൻ 10 കാലില്ല ആണല്ലേ, ഏഴ് പാമ്പ. നമുക്ക് ശരിക്കും മദ്യത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ജീവിതത്തിൽ ലഹരി ഉണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രത്യേകിച്ച് സിനിമയിൽ നമുക്ക് ഭയങ്കര ഒരു സീനിന്റെ പ്രകടനം എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷത്തേക്ക് ഇപ്പോഴും കമ്മീഷണർ ഭരചന്ദ്രൻ എന്ന് പറയുന്നത് എന്നെ ലഹരി പിടിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ മദ്യം എന്ന് പറഞ്ഞ പോലെ കളിയാട്ടത്തിലെ പെരുമലയനെ ഓർത്താൽ ലഹരിയാണ്.
അങ്ങനെ ഒരുപിടി കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ വിജയ് നമ്പ്യാർ പൂത്തിക്കരിയിൽ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് കളിയാട്ടം ആണ് സുരേഷിന്റെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കണ്ടത് അല്ലേ. അതുവരെ സുരേഷിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡും കിട്ടി അതിനല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ കണ്ട ഈ പോത്തിക്കരി ചെയ്ത് മാധവ് രാംദാസിന്റെ മേൽവിലാസത്തിൽ സിനിമയായിരുന്നു. അപ്പോത്തിക്കിരി എന്ന് പറയുന്ന സിനിമയിൽ എന്നെ കണ്ട ആൾക്കാർക്ക് മുഴുവൻ ഡോൾഫിൻസ് വരുമ്പോൾ നേരെ മറുദിശയിലുള്ള ഒരു പ്രകടനവും ഒരു ആക്ടറുമാണ് അതിനകത്തുള്ളത്. പനയമുട്ടം സുര, തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന പനയമുട്ടം സുര, ഡോൾഫിൻസ്. മേനനാണ് എഴുതുന്നത്, ദീപനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തറ, കൂതറ, അതിനപ്പുറത്ത് എന്തെങ്കിലും വാക്കുണ്ടോ മിമിക്രിക്കാർക്ക് പറയാൻ പറ്റുമോ? അതാണ് അതിലെ കഥാപാത്രം. ചേട്ടന് ഞങ്ങൾ ഈ മിമിക്രിക്കാർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ശരിക്ക് ഇങ്ങനെ ഒരു തോള് ചരിച്ചിട്ട് ഇങ്ങനെ വരും. ആ വരവ് ഇത് കണ്ടിട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, അത് ജാത്തിയാലുള്ളത് തൂത്താ പോവില്ല. അതങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും ജോഷിയേട്ടൻ എപ്പോഴും പറയും, ഒരു ക്യാമറ ഏതെങ്കിലും ഒരു മതിലിൻ്റെ മൂലയെ കൊണ്ടിന്ന് ഇങ്ങനെ വെച്ചാലും ശരി തന്നെ അവൻ കറക്റ്റായിട്ട് ക്യാമറ പിടിച്ച് വളവൊക്കെ ചില വണ്ടികൾ കോരി എടുത്ത് വരുന്ന പോലെ ഇങ്ങനെ വരുവാണ്. വളവൊക്കെ ഞാൻ നടന്നു വരുന്നത് അങ്ങനല്ലേ അല്ലേ? ഇങ്ങനെ ചരിഞ്ഞൊരു ഒരു കോണറൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്ന വണ്ടിയുടെ അതേ സ്റ്റൈലിലാണ് ഞാൻ വരുന്നത്. അപ്പം അതൊക്കെ ഉള്ളതാണ്. ഇപ്പം ലാലിന് പറ്റുന്നുണ്ടോ ചരിവ് കളഞ്ഞു വരാൻ? പറ്റുന്നില്ല. മമ്മൂക്കാക്ക് പറ്റുന്നുണ്ടോ? ഓരോരുത്തരുടെ അത് മാറ്റാൻ പറ്റില്ല. ചില സെയിലിയൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി അതൊന്ന് മാറ്റിയെന്ന് വെച്ചോ ചിലപ്പോൾ അതോടുകൂടി അവർ വീണു പോകും. കാരണം ജനത്തിന് അങ്ങനെ മാറ്റിയ ഒരാളെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ അതടക്കമാണ് ഇഷ്ടപ്പെടുന്നത്. അതടക്കമാണ് എല്ലാം ഒരു ശരിക്കും ഒരു പാക്കേജാണ് ഒരു നടൻ എന്ന് പറയുന്നത്. അതെല്ലാം കാണാൻ വേണ്ടി തന്നെയാണ് ജനം ആ നടപ്പ്, ആ ചരിവ്, ഇതൊക്കെ ഉണ്ടാവണം. അത് കഥാപാത്രം അനുസരിച്ച് അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ ഡോൾഫിന്റെ കഥ പറഞ്ഞതും ഇതിലൊന്നും ഉണ്ടാകണമെന്നില്ല ഡോൾഫിനിൽ അല്ലേ. ഡോൾഫിനിൽ അലന്ന് പെരുത്ത് നടക്കുന്ന ഒരാളാണ്. മുടിയും ഒന്നും ശരിക്കും വെട്ടാതെ വളരെ അലങ്കോലമായിട്ടിട്ട് മീശയിലെ നരയൊന്നും വെട്ടത്തില്ല, മീശയും ഒക്കെ വായിക്കകത്ത് ബ്രഷ് പോലെ ഇങ്ങനെ കിടക്കുന്ന അങ്ങനത്തെ ഒരാളായിട്ടാണ്. മുണ്ടൊക്കെ തന്നെയാണെങ്കിലും മടക്കി കുത്തുന്നത് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എടുക്കും അല്ലേ, ഇത് കൈ അകത്തോട്ടിട്ട് കോരി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു കുത്തൊക്കെ. അങ്ങനത്തെ ഒരു അതാണ് പനയമുട്ടം സുര. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇയാളുടെ സംഭാഷണ ശൈലി തിരുവനന്തപുരം ശൈലി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടില് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ കള്ള് കച്ചവടക്കാരൻ ആര്? നമ്മുടെ മുഖ്യമന്ത്രി ബിവറേജസ് തുറന്നു വെച്ച് വിൽക്കല്ലേ. ഈ ലൈനിലാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ഫേസ് തന്നെ ആയിരിക്കും ഈ സിനിമയിൽ. മോനെ ചങ്ക ഒന്ന് പോന്തി നോക്കണ, ചോര പൊടിയില്ല ചാരായം പൊടിയും. അതാടാ പനയമുട്ടം സുര. ഇടയ്ക്ക് ഞാൻ തന്നെ ബീപ്പ് ചെയ്തതാണ്, സെൻസറുകാർക്ക് വിട്ടുകൊടുത്തില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മടിയന്മാരാണ്. അധ്വാനിക്കാതെ എങ്ങനെ പ്രശസ്തരാകാം, കാശുണ്ടാക്കാം എന്ന ചിന്താഗതിക്കാരുമാണ്. ഇത് അത്തരം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന 3 ചെറുപ്പക്കാരെ ഒന്ന് കറക്റ്റായിട്ട് എല്ലാ ദിവസവും രാവിലെ പോലെ മ്യൂസിക് ഇട്ട് തിരിഞ്ഞിട്ടുണ്ട്. 2 വർഷമായി ഈ സാധനം തുടങ്ങിയിട്ട് ഒരു കേസ് പോലും നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാ? ഞാൻ പറഞ്ഞു ഇതൊക്കെ നിർത്തി വല്ല തട്ടുകട തുടങ്ങിയാന്ന് മതി. ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഇത്ര തട്ടുകേട് കിട്ടുമെന്ന് ഞാൻ സംഭവിച്ചാ? എന്താ സംഭവം എന്നറിയാം? നീ ഇട്ടിരിക്കണ പേര് ശരിയല്ല. എന്ത്? നിന്റെ അമ്മൂമ്മയുടെ പേരല്ലേ ഇട്ടിരിക്കണേ? എന്താണ്? അമ്മിണി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. അവിടെ നല്ല അമ്മിണി പ്രൈവറ്റ് ടിറ്റന്റി അല്ല ഡിറ്റക്റ്റീവ്. എനിക്കത് കിട്ടില്ലെന്നുള്ളായിരുന്നു നിനക്കറിയാലോ. ആ പേരിട്ടിരിക്കണ ശരിയല്ല. പാത്രക്കടക്ക് ഇടാൻ പറ്റിയ പേരാണ് അമ്മിണി പാത്രക്കടാന്ന്. ഈ തള്ള ചത്താലും മനുഷ്യന് സമാധാനം തരില്ലേ? ഒരു കാര്യം ചെയ്യ്, നിന്റെ മൂത്തമ്മയുടെ പേര്. ഞാൻ ആദ്യം പറഞ്ഞാൽ ആ പേരിട്ടാ മതിയെന്ന്. എന്താണ്? കാളി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. അങ്ങനെ ആകുമ്പോഴേ
ഒരു ബലിക്കല്ലും വെച്ച് ഡെയിലി വെള്ളിയാഴ്ച അവിടെ വെച്ച് കോഴിനാർത്ത് ഗുരുതി നടത്താം. അതൊന്നും വേണ്ട, അതൊക്കെ ശരിയാവൂല. നിന്റെ മൂത്തമ്മയുടെ പേര് അത് വേണ്ട, അത് ഇടാൻ നല്ലതായിരിക്കും. അത് വേണ്ട, സുഖാവൂല. നല്ലതാണ്, അത് ഇടാ. മൂത്തമ്മയുടെ പേരെന്താ? ചിഞ്ചു. അപ്പൊ മൂത്തച്ഛന്റെ പേര് മിഥുൻ എന്നാണ്. ഞാനതല്ല പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ? അതാ പറഞ്ഞ വേണ്ട. ഫോണടിക്കണം. ഹലോ, ഞാൻ രാവിലെ പറഞ്ഞില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം തന്നെയാണ് അമ്മിണി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. എടോ മനുഷ്യനെ തന്നോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞ താൻ ഉദ്ദേശിച്ച സ്ഥലം തന്നെയാണ് അമ്മിണി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. കേട്ടാ, ഇനി മേലെ എന്റെ ഫോണിലേക്ക് വിളിച്ചു വരുന്നത്. കട്ടിയാ ഫോൺ. ആരാ വിളിച്ചത്? ഫോണിന് ബില്ലടക്കാഞ്ഞിട്ടാ. ഇത് എവിടെ നിന്ന് കൊണ്ട് അടക്കാനാണ്? നീ വീട്ടിൽ നിന്ന് ഇച്ചിരി പൈസ കൊണ്ടുപോവാ. കഴിഞ്ഞ ആഴ്ച കറണ്ട് കാശ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാൻ അടുത്തത്. ഇനിയിപ്പോ നടക്കൂല അതൊന്നും. വീട്ടിൽ നിന്ന് അമ്മ പാല് മേടിക്കേണ്ട കാശ് 100 രൂപ അടിച്ചു മാറ്റിയാ ഞാൻ ഈ തൊപ്പി മേടിച്ചത്. ഇങ്ങനെ പോയാൽ നമ്മള് പട്ടിണി കിടന്ന് ചാവുള്ളൂ. സത്യമായിട്ട് നമുക്ക് കളി തുടങ്ങാം. വർക്ക് ഇന്നലെ നീ അലമ്പായിട്ടാ കളിച്ചേട്ടാ. കറക്റ്റായിട്ട് നിരങ്ങണേ. തോറ്റാ തോറ്റെന്ന് പറഞ്ഞേ. ഫസ്റ്റ് നേരെ അത് കഴിഞ്ഞിട്ടല്ലേ കറക്കാം. ഓക്കെ, നീ ഇങ്ങനെയില്ല. എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ? തിരിഞ്ഞിരുന്നു. കണ്ണാടി ഇട്ടോടാതെ പോയി. യെസ്, കം ഇൻ. ആരാ ആരാ പറഞ്ഞോളൂ. ഇവിടെ അവിടെ ഇരുന്നാ. ഇത് അമ്മിണി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിറ്റക്റ്റീവ് ഏജൻസിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ ലോകത്തിലെ ഏറ്റവും അധികം കൊലപാതകങ്ങൾ കണ്ടുപിടിച്ചുള്ള മികച്ച 2 ഡിറ്റക്റ്റീവ്. വളരെയേറെ കേസുകൾ ഞങ്ങൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. കൊലപാതകം വേണമല്ലോ, ഞങ്ങൾ വളരെ ഈസിയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇവിടുത്തെ മെയിൻ ആരാണ്? നീയാണെന്ന് നീ പറയണുണ്ട്. പക്ഷെ ഞങ്ങളത് അംഗീകരിക്കില്ല. ഞാൻ അംഗീകരിച്ചു. ഞാൻ തന്നെയാണ് മെയിൻ ആള്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. നിങ്ങളൊരു വെള്ള പേപ്പർ എടുത്ത് എഴുതിയെടുത്താൽ മതി എന്തൊക്കെ പോയിന്റാന്ന്. എക്സ്ക്യൂസ് മീ, എന്താ പ്രശ്നം? സർ, ഇത് അമ്മിണി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. ഇത് തന്നെയാണ് അമ്മിണി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. നീ മെയിൻ ആളല്ലേ? നീ മെയിൻ ആയിക്കോന്ന് പറഞ്ഞത്. അല്ല ചെല്ല്, നീ പറ. നീ ഇനി എന്റെ ഇടയിൽ വരുമോ? ഇല്ല. ഓക്കെ. മാഡം, ഇതാണ് അമ്മിണി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസീസ്. എന്താണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത്? അതുപോലുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയാം. എന്താണ് സംഭവം? സർ, 2 ദിവസമായിട്ട് എന്റെ ഭർത്താവിനെ കാണാനില്ല. അയ്യോ, പുള്ളി ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അതല്ല ഉദ്ദേശിച്ചത്. 2 ദിവസമായിട്ട് എന്റെ ഭർത്താവ് മിസ്സാണ്. ഈ പെണ്ണിന്റെ തലക്ക് കംപ്ലൈന്റ് ഇട്ടിട്ടാ. സാധാരണ കല്യാണം കഴിക്കാത്ത പെണ്ണിനല്ലേ മിസ് എന്ന് പറയണത്. ഇത് ഭർത്താവിന് മിസ് എന്ന് പറഞ്ഞു. മിസ്സായി എന്ന് പറഞ്ഞാൽ കാണാനില്ലെന്ന്. അതെ, മിസ്സായില്ലെന്ന് പറഞ്ഞാൽ കാണാനില്ല. ഞാൻ പറഞ്ഞില്ലടാ, കാണാനില്ലെന്നാണത്. സാർ, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരണം. കണ്ടുപിടിച്ചു തരാം. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ആലോചിക്കട്ടെ. പെട്ടെന്ന് ആലോചിക്കണേ. 25 ഇങ്ങോട്ട് ഈ മൂലക്കല്ലേ എപ്പോഴും വരാറ്. ആദ്യമായിട്ടാണ് ഈ മൂലയ്ക്ക് വന്നത്. 2.5 വർഷമായിട്ട് ഒന്നും ആലോചന ഇല്ലായിരുന്നു. അപ്പൊ ഈ കേസ് കിട്ടിയാൽ നമ്മൾ ഏറ്റെടുക്കണം. കാരണം കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. ഫോൺ ബില്ല് അടക്കണം. എന്റെ വീട്ടിൽ 100 രൂപ കൊടുക്കണം. ഞാൻ വീട്ടിൽ പോകാറില്ലെങ്കിൽ എനിക്ക് 5 മക്കളുണ്ട്. ഇടയ്ക്ക് എന്ന വല്ലതും കൊടുക്കണം. ബാലൻസ് കിട്ടി എനിക്ക് തന്നെ. ഓക്കെ, അപ്പൊ കേസ് എടുക്കാലോ? ഏറ്റെടുക്കാം മോളെ. അപ്പൊ ഈ കേസ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ. ഭർത്താവിന് എന്താണ് കാണാണ്ടായത്? ഭർത്താവിന്റെ പേരെന്താണ്? പോകുന്നതിന് മുമ്പ് ഭർത്താവ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോയത്? ഓട്ടോയ്ക്കാണോ ബൈക്കിനാണോ പോയത്? പറയൂ, എത്രയും പെട്ടെന്ന് പറയൂ. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടാണ് പോയത്? പറയൂ. വെറുതെ ഉള്ള കെട്ടിനെ ഇറങ്ങി ഓടിയത്. അവനിപ്പോ ഇന്ത്യ വിട്ടു പോയിട്ടുണ്ടാവും. എന്ത് വായനാക്കാടാ? അല്ല, നമ്മൾ അത്ര ചാടിക്കറി ചോദിച്ചിട്ടാ. ഒരു മയത്തിൽ ചോദിച്ചാൽ ചിലപ്പോ കുഴപ്പമുണ്ടാവൂല. ഞാൻ ചോദിക്കാം. ഭർത്താവിന് എന്നാണ് കാണാതായത്? ഭർത്താവിന്റെ പേരെന്താണ്? പോകും മുമ്പ് ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? ബൈക്കിനാണോ ഓട്ടോയ്ക്കാണോ പോയത്? പറയൂ, പെട്ടെന്ന് പറയൂ. ചായ കുടിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അല്ല, അങ്ങനെ ചൂടായി പറഞ്ഞാൽ ഞങ്ങൾ ഈ കോട്ടു ഇതൊക്കെ ഉള്ളു. മുയലിന്റെ സ്വഭാവം ഞങ്ങൾക്ക് പേടിയാ. അപ്പൊ ഒന്ന് ഇതായിട്ട് പറഞ്ഞ. സോറി, എന്റെ ടെൻഷനിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. ഈ കേസ് ഞങ്ങൾ ഏറ്റെടുക്കും. മോളുടെ ഭർത്താവിനെ കണ്ടെത്തിയിരിക്കും. അതായത് ഭർത്താവ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് അങ്ങനെ വല്ല ഭാഷ സംസാരിക്കുമോ? അദ്ദേഹത്തിന് മലയാളം മാത്രമേ അറിയൂ. എന്നാ കുഴപ്പമില്ല, ഞങ്ങൾക്ക് മലയാളം മാത്രം അറിയാം. ഇല്ല, എവിടെയെങ്കിലും വെച്ച് കണ്ട വിളിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഭർത്താവിന്റെ ഒരു ഷേപ്പ്, രൂപം പറ. നല്ല കറുത്തിട്ടാണ്. ഏകദേശം ഇതേത്തെ പോലെ. ഞാൻ 200 നീ ഇരുന്നാലും നിന്നാലൊക്കെ ഈ നിറം തന്നെ. പിന്നെ ഏകദേശം ഒരു 5 അടി ഹൈറ്റ്. ഇതേത്തെ പോലെ. പിന്നെ ചുരുണ്ട മുടി,
വലത് കാലിന് ചെറുതൊരു ചട്ടുണ്ട്. ഞാനല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിക്കുണ്ട് സംസാരിക്കുമ്പോ. പിന്നെ ഒരു കണ്ണു കോങ്കണ്ണു. ഇതിനെ കിട്ടിയിട്ടെന്തിനാ? അതിനൊക്കെ ആക്കോന്ന് വിചാരിച്ച പോലെ അങ്ങോട്ട് പോട്ടെ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ ഭർത്താവല്ലേ. ചട്ടനാണേലും പൊട്ടനാണേലും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച് തരണം. ഒരു ഭർത്താവ് ഇല്ലാത്ത പെണ്ണിന്റെ വേദന അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ? എന്താണ് കണ്ടുപിടിച്ച് കൊടുക്കണം. എപ്പോഴും കരയാൻ പാടില്ല. വല്ലപ്പോഴും ഒക്കെ കരഞ്ഞു. എന്റെ പൊന്നു പെങ്ങളെ, ഇനി ഇവിടെ നിന്ന് കരയല്ലേ, അവനിവിടെ കരഞ്ഞു ചാവും. അതെ, ഭർത്താവിന്റെ ഫോട്ടോ കൊണ്ടുവന്നുണ്ടാ, എടുത്തോ. പെട്ടെന്ന് ആവിക്കോട്ടെ. ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഞാനെന്നാ അടുത്ത ആഴ്ച വന്നാലോ? പോവല്ലേ? ഒന്നടാ, ആരുമില്ല. ഇത് കണ്ട് നല്ല പരിചയമുണ്ടല്ലേ പുള്ളിന്. ഇത് ഹിന്ദി നടൻ സൽമാൻ ഖാന്റെ ഫോട്ടോ അല്ലേ ഇത്? മോള് പറഞ്ഞ ചട്ടനാണ്, കുറുക്കനാണ്, വിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സൽമാൻ ഖാന്റെ ഫോട്ടോ ആണല്ലോ. അതെന്റെ ഭർത്താവ് ചട്ടനും പൊട്ടനും ഒക്കെ ആണെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ച് തരുമ്പോ ഇതുപോലെ വെളുത്ത് സുന്ദരനായ ഒരാളെ കണ്ടുപിടിച്ചു തരണം. ഞാൻ അടുത്ത ആഴ്ച വരാം. അടുത്ത ആഴ്ച വരണ്ട, നാളെ തന്നെ വന്നു. ഒരു 3 മിനിമം ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. ഭർത്താവ് ഇതൊക്കെ ഒരു വൈ, ഇനി ബ്രോക്കർ പണിക്കിറങ്ങ്. ഞാൻ വിളിച്ചു കയറ്റിയതാണ് അതിനെ ഇങ്ങോട്ട്. നാണാവൂല്ല. പോടാ സൽമാൻ ഖാനായിട്ട് പെണ്ണന്വേഷിക്കാനായിട്ട് പോ. നിനക്കൊക്കെ ആ സുമതി ചേച്ചിയുടെ ആടിനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ടെത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് പറ്റിയ? അത് കണ്ടെത്തിയായിരുന്നു നീ ഇപ്പൊ സ്റ്റേഷനിൽ കിടന്നേനെ. എന്താണ് നീയല്ലേ അതിനെ കട്ടത്? പുറത്തു പറയട്ടെ. കൊലപാതകം, കത്തിക്കുത്ത്, ഒളിച്ചോട്ട് ഏത് കേസ് ഞങ്ങൾ എടുക്കും. 10 ദിവസം കൊണ്ട് ഞങ്ങൾ കണ്ടുപിടിക്കും. അയ്യോ 10 ദിവസം ഒന്നും വേണ്ട, എനിക്ക് 10 മിനിറ്റ് മതി. ഞാൻ KCB എന്നാണ്, ഞാൻ ഫ്യൂസ് വരാൻ വന്നത്. ഒരുപാട് സംഭവങ്ങൾ പ്രവർത്തിക്കണ്ട. ഏയ് നിങ്ങൾ എന്താ പൈസ അടക്കണം, പൈസ അടച്ചില്ലെങ്കിൽ ഞാൻ ഫ്യൂസ് വരും. എത്ര രൂപയാണ്? 2900 രൂപ. അത്രേ ഉള്ളൂ. നിങ്ങൾ പൈസ അടക്കണം, അല്ലാണ്ട് രക്ഷയില്ല. ഫ്യൂസ് ഊരി ഇവിടെ വെട്ടമുണ്ടാവൂല. ഞങ്ങൾക്ക് വെട്ടം വേണം. അയ്യോ നിങ്ങൾക്ക് വെട്ടം കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും. ഇത്ര വലിയ ഇരുട്ട് ഇവിടെ നിൽക്കല്ലേ? അല്ല, എന്നാലും ഊരരുത്. ഇല്ലല്ല, എടാ ഒരു കാര്യം പറഞ്ഞേക്കാം, വൈകുന്നേരത്തിനുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ ഞാൻ വന്ന് ഫ്യൂസ് വരും. ചേട്ടൻ ഇങ്ങോട്ട് വരണ്ട, ഫീസ് അങ്ങോട്ട് ഞാൻ കൊണ്ടുവരാം. അത് ശരി, അപ്പൊ പൈസ അടക്കാനുള്ള വൈകുന്നേരം കേട്ടോ. ഇത് മിക്കവാറും നമ്മളെ പോലീസ് കേസ് ഉണ്ടാവട്ടെ നമ്മുടെ എതിരെ. അല്ല, നീ എന്താ ആലോചിക്കണത്? പുള്ളി ഇരുട്ടെന്ന് പറഞ്ഞ എവിടെയാണെന്നുള്ളത് നിന്നെ തന്നെയാണ് പറഞ്ഞത്. എടാ നിന്റെ സ്വഭാവം എനിക്കറിയില്ല. ഇങ്ങനെ പോയാൽ ശരിയാവൂലട്ടാ. ഒരു കേസെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇത്? ആ പെണ്ണു വന്നപ്പോ ഞാൻ കയറി അങ്ങോട്ട് പ്രതീക്ഷിച്ചതാണ്. കേട്ടാ ആൻഡോ, സിംഗപ്പൂർ ആൻഡോ. മരട് ആൻഡോ ആരെങ്കിലും ആരുമല്ല. കേരളത്തിലെ പേരെന്താണോ? സിംഗപ്പൂർ ആൻഡോ. അപ്പൊ സിംഗപ്പൂരോ? സിംഗപ്പൂർ ആൻഡോ ഇവിടെ. എന്തായാലും പരിചയപ്പെട്ടേക്കാം. ഹലോ സിംഗപ്പൂർ ആൻഡോ. സന്തോഷം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. അല്ല, ഒന്നും പറഞ്ഞില്ല ഇനി. അങ്ങനെ പറയരുത്. ഞാൻ എന്തോ പറയാനായിട്ട്. ഐ ആം സിംഗപ്പൂർ ആൻഡോ. പറഞ്ഞായിരുന്നു. എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ. ദാ കാണാണ് ഡോക്ടറെ വീട്, ഗൈനക്കോളജിസ്റ്റ്. അവിടെ ചെന്ന് പറഞ്ഞാൽ ഇനി ഒരു കുട്ടി വേണമെങ്കിൽ അവര് നടത്തി തരും. ഞങ്ങളോട് പറഞ്ഞ കാര്യം കൊച്ചിനെ വേണ്ടിട്ടൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന CID കൊച്ചായി പോകൂലത്. ശരിക്കും ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നതല്ല. ഞാൻ പറഞ്ഞല്ല എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളെന്ന് പറഞ്ഞല്ലോ. എന്റെ മകളുടെ കല്യാണം സെപ്റ്റംബർ 15-ാം തീയതിയാണ്. എന്റെ പൊന്നു സുഹൃത്തെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണിയേ. ഇതിനു മുമ്പ് വഴി വെച്ച് പോലും കണ്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങളെ കല്യാണം വിളിക്കണത്? ഒരു കല്യാണം കൂടാനുള്ള മാനസികാവസ്ഥയിലല്ല മിസ്റ്റർ. 100 രൂപ ഞാൻ എന്റെ വീട്ടിൽ പോയതിനു 150 രൂപ കവറിലിട്ട് മേടിക്കാനാണ്. പിന്നെ വന്നാൽ ഞാൻ തരാം. ഒരു പിതാവെന്ന നിലയിൽ എല്ലാരെയും വിളിച്ച് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ആ സ്ഥിതിക്ക് നിങ്ങളെ വിളിച്ചു. നിങ്ങൾക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ഓക്കെ, സിംഗപ്പൂർ ആൻഡോ. എന്ത് മനുഷ്യനാടാ, തലക്ക് വെളിവില്ലാണ്ട് പാഞ്ഞു നടക്കില്ല. ശരിക്കും ഞാൻ കല്യാണം വിളിക്കാൻ വന്നതല്ല. ഞാൻ സിംഗപ്പൂർ ആൻഡോ. ഒരേ ഒരു മകളെ ഉള്ളൂ. ഈ വരുന്ന 15-ാം തീയതി മകളുടെ കല്യാണം. ബാക്കി അറിയണം അല്ലേ? അപ്പൊ എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അവിടെ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങളൊന്ന് വീട് വരെ വരണം. ഇത്ര നേരം ബ്രോക്കറായിരുന്നു, ഇനി ശാന്തിപ്പണിയും കൂടി ചെയ്യണം. അല്ല, നിനക്ക് ശ്ലോകമൊക്കെ ചൊല്ലാൻ എനിക്കറിയാൻ പാടില്ല ശ്ലോകം ചൊല്ലാൻ. ശാന്തിപ്പണിയൊന്നും അല്ല. നിങ്ങള് അവിടെ വരനെ കുറിച്ചൊന്ന് പോയി അന്വേഷിക്കണം. അതെ, തന്റെ മോളെ താൻ കെട്ടിച്ചിടുമ്പോ തന്റെ കാരണവന്മാര് ചെക്കൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കണം. ചെക്കന്റെ സ്വഭാവം ഞങ്ങളാണോ പോണത്? നിങ്ങൾ ഡിറ്റക്റ്റീവ്സ് അല്ലേ? അതെ,
നിങ്ങൾക്കൊരു കേസ് തരാൻ വന്നതല്ലേ ഞാൻ. അപ്പൊ നിങ്ങൾ റെഡി ആണല്ലോ? ഞാൻ സിംഗപ്പൂർ ആൻഡോ. എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ. കോടീശ്വരനാണ് ഞാൻ. എന്റെ മകളെ കെട്ടുന്നവൻ അവന്റെ സ്വഭാവങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്കുണ്ടാകണം. കല്യാണം കഴിഞ്ഞ് എന്റെ കണ്ണടച്ചു പോയി കഴിഞ്ഞാൽ അവള് തട്ടുമ്പുറത്താകരുതല്ലോ. അല്ലെ പെട്ടെന്ന് കണ്ണടക്കോ? ഇപ്പൊ എന്തായാലും പെട്ടെന്ന് ഇപ്പൊ കണ്ണടക്കും പറയാൻ. ഇവിടെ കിടന്ന് കണ്ണടക്കരുത്. 10 പൈസ കൊണ്ടുപോകാൻ ഇവിടെ ചെലവ് കാശ് തന്നാ പോരെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. ഈ ചെക്കൻ അറിയുന്നോണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, എനിക്കൊരു ക്രെഡിറ്റ് ആയിക്കോട്ടെ. ഞാനാണല്ലോ അന്വേഷിക്കുന്നത്. ഇതാണ് പയ്യൻ. ഇത് താഴെ എഴുതിയേക്കണത് ഞങ്ങൾ അവനെ കാണുമ്പോ പറയണോ? അവനെ കാണുമ്പോ പറയല്ല, അവന്റെ അഡ്രസ്സാണ്. അവന്റെ അഡ്രസ് അവനെന്തിനാണ്? അവൻ പോണ വിലാസം നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ഞങ്ങൾക്ക് വേണ്ടി. ഓക്കെ, ലക്ഷങ്ങൾ ഞാൻ പ്രതിഫലം തരുമെന്ന് പറഞ്ഞില്ലേ? കൃത്യമായി അന്വേഷിച്ചാൽ 10 ലക്ഷം രൂപ തരും. 2 ലക്ഷം ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് തരും. തന്നില്ല. അല്ല സാറേ, ഇപ്പൊ അഡ്വാൻസ് വേണമെന്നില്ല. ഓക്കെ, അഡ്വാൻസ് വേണ്ടെന്നാ. പൊന്മുട്ട നിന്റെ മുട്ടയാൻ ഇവിടെ അഡ്വാൻസ് ചോദിക്കാം. സാറേ പെട്ടെന്ന് ഞാൻ ഒരു എടുത്തിയാട്ടക്കാരനാണ്, പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. 2 ലക്ഷം രൂപ അഡ്വാൻസ് കിട്ടിയാൽ നമ്മൾ സിംഗപ്പൂർ ആൻഡ് ഒറ്റ വാക്കുകൾ കോടീശ്വരനാണ് ഞാൻ. കേസ് അന്വേഷിച്ചതിന് ശേഷം 10 ലക്ഷം രൂപ രൊക്കം ഞാൻ അങ്ങോട്ട് തരും. അപ്പൊ ഇപ്പൊ അഡ്വാൻസ് ഇല്ല? ഇപ്പൊ അഡ്വാൻസ് ഇല്ല. അപ്പൊ എന്തായാലും സൺഡേയിൽ ഞാൻ വരും. മൺഡേയിൽ എനിക്ക് എന്റെ ക്ലിയറൻസ് കിട്ടണം. ഓക്കെ ഓക്കെ. സിംഗപ്പൂർ ആൻഡോ. ഓക്കെ. അത് ബാത്റൂമിലൊക്കെ ഉള്ള വഴിയാ. ഓ, കൺഫ്യൂഷൻ. ഞാൻ മറന്നു. അപ്പൊ എന്തായാലും കേസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുക. പിന്നെ പേര് മറക്കണ്ട. സിംഗപ്പൂർ ആൻഡോ എന്റെ അല്ല, തന്റെ പേര് മറക്കണ്ട. ഐ ആം സിംഗപ്പൂർ ആൻഡോ. ഞാൻ മറന്നു പോയിട്ടാ, പുള്ളി പറഞ്ഞില്ലായിരുന്നു ഇപ്പൊ എന്റെ പേര്. എന്തായാലും ഈ കേസ് നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ ഈ അഡ്വാൻസ് കൊണ്ട് കളഞ്ഞില്ലേ? പെട്ടെന്ന് അങ്ങനെ എടുത്തിയാടി പറഞ്ഞു പോയടാ. ഇത് കാശില്ലാണ്ട് എങ്ങനെ അന്വേഷിക്കുന്ന പറഞ്ഞത്? നമ്മൾ അന്വേഷിക്കണ ചെക്കൻ ദുബായിക്ക് പോയി നമ്മൾ ഫ്ലൈറ്റ് ചെയ്ത് അവിടെ ചെല്ലണ്ടേ? അതല്ലാണ്ട് വേറെ വഴിക്ക് പോയി നമ്മൾ ഹെലികോപ്റ്റർ എടുക്കേണ്ടി വരും. ഹെലികോപ്റ്റർ വാങ്ങിക്കണേ ചിലപ്പോൾ ഒരു കാർ ചേസ് വേണ്ടി വരും. കാർ മേടിക്കണം. ഇതിന് കാശ് വേണ്ടേ? ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് എന്റെ മാല വിറ്റാല. അത് ഞാൻ തരൂല. അതെന്റെ അമ്മ എനിക്ക് പൂജിച്ചിട്ടേക്കണ 10 ലക്ഷം കിട്ടും, മാല എടുക്കാലോ. അതൊന്നും നടപടിയില്ലാത്ത കേസാണ്, നടക്കില്ല. 5 ലക്ഷം നിനക്ക്, 5 ലക്ഷം എനിക്ക്. നമുക്ക് രണ്ടും അന്വേഷിക്കാം. അത് മതി. അല്ല വിൽക്കണ്ട, വേണമെങ്കിൽ പണയം വെക്കാൻ തരാം. അങ്ങനെ വഴിക്കുവാ. പണയം വെച്ചാൽ മതി. ഒരു 50,000 രൂപ കിട്ടൂലേ? പിന്നെ ഇവന്റെ പറമ്പ് പണയം വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാശും കൂടി കിട്ടും. 1 ലക്ഷം രൂപ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടും. എന്താ പറമ്പ് പണയം വെക്കുമ്പോഴത്തേക്ക് കിട്ടും. നിന്റെ പോടാപ്പാരാണോ പറമ്പ് പണയം വെക്കാൻ വന്നിരിക്കുന്നു? അത് വേണ്ട, ഞങ്ങൾ രണ്ടും കൂടെ അന്വേഷിച്ചോളാം. 5 ലക്ഷം ഞങ്ങൾ എടുത്തോളാം. വീടും കൂടെ ചേർത്താണെങ്കിൽ അമ്മ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെ വഴിക്കുവാ. അപ്പൊ നമ്മൾ 3 പേരും കൂടി ഈ കേസ് അന്വേഷിക്കുന്നു. ഓക്കെ. ഞങ്ങൾ 3 അല്ല, ഞങ്ങൾ 2 പേരും കൂടി. എന്താ നീ 10 പൈസ ഇട്ടല്ലോ? അല്ല, ഞാൻ മെയിനാണല്ലോ ഇവിടുത്തെ. മെയിനാൾ അവിടെ ഇവിടെ ഇരുന്നാ മതി, സെന്ററിൽ തന്നെ. ഞങ്ങൾ അന്വേഷിച്ച് 5 ചോദിച്ച് എടുത്തോളാം. സതീനെ വിളിച്ചു പറഞ്ഞിട്ട് പശുവിനെ വിൽക്കാൻ പറയാം. പശുവിനെ വിറ്റാലൊക്കെ എത്ര കാശ് കിട്ടോടാ? സമ്മതിക്കും. നമ്മൾ ഇത്ര നേരം നടന്നല്ലേ? പാവല്ലേ കുട്ടിയേക്കാലേ. അപ്പൊ നമ്മൾ 3 പേരും കൂടി ഈ കേസ് അന്വേഷിക്കുന്നു. 3 വഴിക്ക് 3 വേഷത്തിൽ അന്വേഷിക്കുന്നു. ഓക്കെ. അതിക്കുമ്പോ ഫോട്ടോ ഒന്ന് നോക്കണം. കണ്ട, ഇതാണ് കക്ഷി. നമ്മൾ 3 വഴിക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഫോട്ടോ അല്ലേ ഉള്ളൂ. അതാണ് ഞാൻ നേതാവായി. എനിക്കൊരു ചെവിയെ കിട്ടിയുള്ളൂ. എനിക്കും ഒരു ചെവിയില്ല. എനിക്ക് മൂക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, ഇതാണ് പയ്യൻ. അപ്പൊ നമ്മൾ 3 പേരും 3 വഴിക്ക് അന്വേഷിക്കുന്നു. നിനക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയാമോ? ഇല്ല. നീ ടാക്സിക്ക് പോയാൽ മതി. നിനക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയാമോ? ഇല്ല. നീ ബുള്ളറ്റിന് പോ. നിനക്ക് ഹെലികോപ്റ്റർ അടിക്കാൻ അറിയാമോടാ? ഇല്ല. അപ്പൊ ഞാൻ ഹെലികോപ്റ്റർ ബാക്കിയാവൂല. അത് നമുക്ക് ആർക്കെങ്കിലും വാടക കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ 3 പേരും കൂടി ഇന്ന് മുതൽ അന്വേഷണം തുടങ്ങുന്നു. ശേഷം ഭാഗം 3 വഴിക്ക്. 3 വഴി എന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റ വഴിക്ക് പോകണം. അല്ല, പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയല്ലേ ഉള്ളൂ. പുറത്തിറങ്ങിട്ട് 3 വഴിക്കോ? എത്ര നേരവും ഞാൻ അവളെ വെയിറ്റ് ചെയ്തിട്ട് ഫോണിലും വിളിച്ചിട്ട് കിട്ടണല്ലോ. അവളോട് വന്നേതെങ്കിൽ ഒരു ഡ്യുവറ്റങ്ങ് പാടായിരുന്നു. വേണ്ട പെണങ്ങല്ലേ ഏട്ടാ, ഞാൻ വീട്ടുകാരൊക്കെ കാണാതെ എത്ര ബുദ്ധിമുട്ടിയാ വന്നേ അറിയാമോ? ഇടി, നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാല്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടും നമ്മുടെ പ്രണയം പൂവഴിഞ്ഞിട്ടും ഇന്നേക്ക് 6 വർഷം തേയാണ്. നിനക്ക് എന്താ ഞാൻ മേടിച്ചു തരേണ്ടത്? എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തരും. നിനക്കൊന്നല്ല, 1000 ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചു തരും. പക്ഷെ 1000 രൂപ എനിക്ക് തന്നെ 5 പൈസ ഇല്ല. എന്നാ എന്നെ ഒരു സിനിമ കൊണ്ടുപോകും. സിനിമക്ക് കൊണ്ടുപോവാ, പക്ഷെ സിനിമ ടിക്കറ്റ് നീ എടുത്ത് തന്നെ. എൻ്റെ 5 പൈസ ഇല്ലല്ലോ. എടേ, സിനിമക്കൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് ഈ പാർക്കിലെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ അങ്ങ് ഇരിക്കാം. അതിന് 5 പൈസ ചെലവില്ലല്ലോ. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ
ചേട്ടൻ എന്നെ ആദ്യം എവിടെ കൊണ്ടുപോകണം? നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യം നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിയുമ്പോ നിന്റെ വീട്ടിൽ കൊണ്ടേയാക്കും. പിന്നെ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നാ വേണ്ടതെന്ന് നീ ആലോചിക്കണം. എനിക്ക് അവിടെയും ഇവിടെയും ഒരു കുഴപ്പമില്ല. നീ വഴക്കിടാതെടി. എനിക്ക് ഹവൾഡാറിയില്ലേ മഞ്ജു ചേച്ചി ഒരു സൂപ്പർ സാരി എടുത്തിട്ടുണ്ട്. അപ്പൊ നീ പടം കാണാനല്ലേ പോയത്? സാരി കാണാനാണോ പോയത്? അതല്ല, നല്ല ബോർഡർ ഒക്കെ ഇട്ട് വീതിയൊക്കെ ഉള്ള ഒരു സാരി. ആണോ? മേടിച്ചു തരാം. അച്ഛനോട് ഞാൻ പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൊണ്ടുതരുമല്ലേ? ഈ ഫോട്ടോയിലാകെ ചെവി മാത്രമേ ഉള്ളൂ. ചെവി വെച്ചൊത്ത് നോക്കിയാ ആള് തന്നെ ഇരിക്കുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പതുക്കെ കിട്ടിയേക്കാം. എന്താ ഭാവി ഭൂതം വർത്തമാനം പറയും? ഇതേത് ഭൂതമാണ്? അല്ല, ഭാവി ഭൂതം വർത്തമാനം പറയും. സ്വാമി വിവേകാനന്ദം ഉൾഗാന്താടിയും വെച്ച് വന്നേക്കണം. അല്ല ഏട്ടാ, ഭാവി ഭൂതം വർത്തമാനം പറയും. ഞാനൊരു കൈനോട്ടക്കാരനാണ്, CID അല്ല. ചേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഭാവി ഭൂതം വർത്തമാനം പറയും. അല്ല, ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഭാവി ഭൂതം വർത്തമാനം പറയും, എന്ത് വേണമെങ്കിലും പറയും. ചേട്ടാ ഒന്നും വേണ്ട ചേട്ടാ. 5 രൂപയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയുടെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയും. മോത്തോക്കിയാൽ തെറിയും പറയൂ. മാത്രം പറയരുത്, വേറെ എന്ത് വേണമെങ്കിലും ഞാൻ പറയാം. ചേട്ടൻ എന്താ വേണ്ടത്? ഭാവി ഭൂതം വർത്തമാനം പറയും. ചേട്ടാ വേണ്ട. മുഖം നോക്കി ലക്ഷണം പറയും ചേട്ടാ. ഐശ്വര്യമുള്ള മുഖമാണ്, പറയട്ടെ. എന്താ പറ? സിഗരറ്റ് തരൂ. ഞാൻ വലിക്കില്ല ചേട്ടാ. സത്യം സത്യം. ജീവിതത്തിൽ ഇന്നേ വരെ വലിച്ചിട്ടില്ല. ഇന്നേ വരെ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. ശാനം നിങ്ങൾ സിഗരറ്റ് വലിക്കണേ. ഹലോ, എന്താ ഭാവി ഭൂതം വർത്തമാനം പറയും? എന്താ ചേട്ടൻ പറ. ഇങ്ങോട്ട് വരുമോ? ചെറുതടിക്കണ ഒരു പൈന്റിന്റെ അരയിൽ ഇരിപ്പുണ്ട്. ചേട്ടാ സ്മോൾ അടിക്കില്ല. അല്ല, നമുക്ക് അപ്പുറത്ത് അങ്ങോട്ട് മാറി നടിക്കാം. ചേട്ടാ ഞാൻ മദ്യപിക്കാറില്ല. ജീവിതത്തിൽ ഇന്നേ വരെ മദ്യം കൈകൊണ്ട് ജീവിതത്തിൽ ഇന്നേ വരെ മദ്യം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഉറപ്പാണോ? സത്യമാണോ? അയ്യപ്പതാമയാണ് സത്യം. ഓക്കെ, ഞാൻ കുടിച്ചെന്തെങ്കിലും വന്ന് കണ്ടിട്ടുണ്ട്? ഇല്ല, എന്റെ ഏട്ടൻ കുടിക്കൂല, എനിക്കറിയാം. എന്താണല്ലേ സ്ത്രീ വിഷയങ്ങളിൽ തൽപരനാണോ എന്നുകൂടി അറിഞ്ഞാൽ എന്റെ ഡയറി ക്ലോസ് ചെയ്യാം. ഭാവി ഭൂതം വർത്തമാനം പറയും. എന്താ ചേട്ടാ നിങ്ങളുടെ പ്രശ്നം എന്താണ്? എവിടെയോ ഒരാൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതും ഒരു പെൺകുട്ടിയാണ്. എവിടെയാണ്? വസന്ത ലോഡ്ജ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവിടെ ഒരു പെൺകുട്ടി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഉണ്ടല്ലേ? സ്വഭാവം അറിയാൻ പാടില്ല. എന്റെ വൃത്തികടക്കെ പറഞ്ഞറിയാൻ. എന്താ ചേട്ടാന്ന്? അതെ, പിന്നെ സാരി സാരി വാങ്ങിച്ചു. സാരി വാങ്ങിച്ചു. സൂപ്പറായിരിക്കും. ഞാൻ കൊടുത്ത സൈഡൊക്കെ അത് ഞാൻ വാങ്ങിച്ചു. മേടിക്കണം. ബ്ലാക്കിൽ. ഓ ശരി. പിന്നെ എന്നെ നോക്കണം. നീ ഇന്ന് വൈകിട്ട് പോവാ. വൈകിട്ട് പോവാ. തീർച്ചയായിട്ടും വൈകിട്ട് പോവാ. എന്താ ചേച്ചി? പേരെന്താ? എന്റെ പേരാ കൃപാഷ്. പേര് പറഞ്ഞത് ഇന്നത്തെ ദിവസം സംസാരിക്കാൻ പോലും പറ്റും. 5 ചെവി. 5 ചെവിയാ? ഒറ്റ ചെവി. ഇന്ന് ആരെയാണ് ഞാൻ കണിയേണ്ടി വന്നെന്നറിയാൻ പാടില്ല. ചേട്ടന്റെ വീട് എവിടെയാ? ഇതൊക്കെ നിങ്ങൾ എന്തിനാ അന്വേഷിക്കണത്? ഞാൻ സെൻസസ് എടുക്കാൻ വന്നയാ. ആഹോ, എന്റെ വീട് ചെക്കോസ്ലോവാക്യ. മാറി നിങ്ങളും. ചെക്കോസ്ലോവാക്യ എന്നൊക്കെ ഞാൻ എങ്ങനെ എഴുതി പോകാനാണ്? വലിയ പ്രശ്നമാണ്. ചേട്ടൻ ബീഡി വലിക്കാറുണ്ടായില്ല. നിങ്ങൾക്ക് എന്താ പെണ്ണുമ്പളെ കുറെ നേരം വേഷം കിട്ടു തുടങ്ങിയിട്ട് മക്കളെ സമാധാനം തരില്ല, സംസാരിക്കാൻ സമ്മതിക്കില്ല. അവര് സെൻസ് എടുക്കാൻ വന്നതല്ലേ, അവരുടെ ജോലി കേട്ടാ. അവരൊരു ഗവൺമെന്റ് സ്റ്റാഫല്ലേ. നീ ഇരിക്കും. അവര് ജോലി കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പാർക്കില്ല സെൻസസ്. ചേട്ടൻ ബീഡി വലിക്കോ? ഞാൻ ബീഡി വലിക്കും, മദ്യപിക്കും, വേണ്ടി വന്നാൽ നിങ്ങളെ കയറി പിടിക്കും. ഓട്ടങ്ങളെ കൊണ്ട് തോറ്റല്ലോ. ഇല്ല, ഞാൻ ഒഴിവാക്കി വിടാണ്ട് തമാശ പറഞ്ഞതാണ്. തമാശ പറഞ്ഞതാണ്. എന്റെ ദൈവമേ, എന്ത് കഷ്ടകാലം എന്ന് ആലോചിച്ച് നോക്കിയേ. ഐഡിയ, ഇവളുടെ പരിഭവം മാറ്റാൻ അറ്റ കൈ പ്രയോഗിക്കാം. എന്ത് മാറിപ്പോയില്ല. ഫസ്റ്റ് കാര്യത്തിൽ നീ ഡിസ്മിസ് ആയി. പെൺവാണിപ്പക്കാരനാണ്. ഓക്കെ, കയ്യിൽ നിന്ന് പോയി, കൺട്രോൾ പോയി.
സോറി 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 സോറി. മാച്ച് ബോക്സ് ഉണ്ടോ എന്ന് വെച്ചാൽ തീപ്പെട്ടി? ഞാൻ വലിക്കില്ല. രാംദാസ്, നീ കേസ് 3/4 ഭാഗം വിജയിച്ചിരിക്കുന്നു. ചെക്കൻ വീടി വലിക്കില്ല. ഇനി മദ്യപാനിയാണോന്ന് അറിയണം. ഒരു സോഡ തരുമോ? ആദ്യം തീപ്പെട്ടി, ഇപ്പൊ സോഡ. ഞാനെന്താ പെട്ടിക്കട നടത്തിയ? ദൈവമേ, ഇത് പാർക്കാണ്, അത് എബ്രാഹിം ആശുപത്രിയാണ്. നമുക്ക് വല്ലയിടത്തേക്ക് പോവാടി. നീ എവിടെ പോയി രക്ഷപ്പെട്ടാലും കാര്യമില്ല. ഈ രാംദാസ് സിഐഡി നിന്റെ പുറകെ തന്നെ ഉണ്ടാവൂടാ. ഇതാരെയാണ്? തൃപ്പൂണിത്തറ കോവിലകത്തെ തമ്പുരാട്ടിയാ? നല്ല പരിചയമല്ലേ ഇത്. ഏതാ കേസ് അന്വേഷിക്കാൻ പോണ ഈ കേസ് കെട്ടിന്റെ പുറകെ പോണം. കേസ് അന്വേഷിക്കാൻ അവർ രണ്ടുപേരും എന്തായാലും ഉണ്ട്. അക്കരെ ഇക്കരെ നിന്നാൽ അങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ ആംഗിളി അക്കരേക്ക്, അല്ലെങ്കിൽ പെൺ കടുംപെട്ട് സാരി കൂതറത്തീമ്. ഇതത് തന്നെ. എന്താ പേര്? CID. പെൺപിള്ളേർക്ക് CD എന്നൊക്കെ പേരിടുവോ? പോവാം. ഇങ്ങോട്ടാ? എടാ, ഞാൻ CID രാംദാസ്. എന്നെ മനസ്സിലായില്ലടാ? ഞാൻ CID വിജയൻ. ഇതെന്താ സംഭവം? മനസ്സിലായ? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? നീ എന്നെ ലൈലടിക്കാൻ വന്നാണ്. അതല്ല, വെറുതെ ഹലോ, വർത്തമാനക്കാരൻ ഒന്ന് വരുമോ? അല്ല, ഞാൻ അവരുടെ ടാർഗറ്റ് വെച്ചിട്ട് ഭാവി ഭൂതം വർത്തമാനം പറയാൻ അല്ല, അവര് പോയിക്കളല്ലേ പോലെ. ഞങ്ങളുടെ ഭാവി ഒന്ന് പറയുമോ? ചേട്ടന് ഞങ്ങള് +2 പഠിക്കുന്ന പിള്ളേരെ ഒളിച്ചോടി വന്നാ. +2 പഠിക്കണം. നല്ലൊരു കൈ നോക്കട്ടെ. ഐശ്വര്യമുള്ള ഒരു ദാമ്പത്യ ജീവിതം നേരുന്നു. 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 5 കുട്ടികളുണ്ടാവും. ഒന്ന് വന്നേ, എന്റെ കൈ നോക്കി ഒന്ന് പറ. കൈ നോക്കി പറയാനൊന്നുമില്ല ചേട്ടാ. പറ. ചേട്ടന്റെ പേരെന്താ? പേരക്ക. അപ്പൊ നാളോ? നാരങ്ങ. വെറുതെ കളിയാക്കല്ലേ, പോകണോ? വിജയനാണ്. പെട്ടെന്ന് മനസ്സിലാവട്ടാ. വേറെ കിട്ടില്ല. ലൈലടിച്ച് ലോഡ്ജിൽ കൊണ്ടുപോകാനായിട്ട്. ലോഡ്ജല്ല, അമ്പലം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത്രക്ക് വൃത്തികെട്ടവനാ. എന്തൊക്കെയായാലും അവന്റെ ഫുൾ ഡീറ്റെയിൽ ഏകദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉള്ളുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഒന്നും നോക്കാനില്ല. നേരെ പുള്ളിനെ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു, ആ പൈസ മേടിക്കുന്നു, നമ്മുടെ പ്രാരാബ്ദങ്ങൾ തീരുന്നു. ഈ പയ്യനെ വേറെ ചിറ്റിക്കളി കേസ് കിട്ടുന്നുണ്ട്. ഒരു പെണ്ണിന്റെ പറയാൻ ആ ലൈനൊന്നും ആദ്യം പൊളിച്ചു കൊടുക്കണം നമുക്ക്. ഞാനോർത്ത് തുള്ളാൻ പോണ പെണ്ണത്. ഞാൻ നേരത്തെ ഒന്ന് പൊളിച്ചു നോക്കിയതാ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റും. ശരിയാണ്. ആ പൊളിച്ച് കൈ കൊടുക്കാം. നീ വിചാരിച്ചത് നടക്കുള്ളൂ. ഓക്കെ, നടക്കോ? പൊളിച്ച് കാണിച്ചു തരാം. ചെല്ല്. അങ്ങനെ ഈ പ്രാവശ്യം കൊണ്ട് നമ്മൾ ആ കേസ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതെ, എന്റെ ഒറ്റ മിടിക്കൊണ്ടാണ്. എന്താ പെർഫോമൻസ് ആണ് ഞാനെന്നറിയോ? നീ ആ ചെക്കനെ തല്ലുകൊള്ളിപ്പിച്ചിട്ട് എന്ത് ഇടി അവനെ ഇടിച്ച ആൾക്കാർ. അവരുടെ ലൈനും പൊളിഞ്ഞു പോയോ? അവൾ അന്ന് തന്നെ ഓടിക്കളഞ്ഞാലേ. ഒരാൾ അവന്റെ വലത്തൊക്കെ കറക്കിയിട്ട് തെങ്ങിന്റെ കിടക്കുന്ന അടി അടിച്ചപ്പോണ്ടല്ലോ, ഞാൻ ചങ്ക് പൊട്ടിപ്പോയിന്റെ. എന്താ? സാധാരണ ഇവിടെ അല്ലേ മൂക്ക്, ഇവിടെ മൂക്ക് വരൂ. അത് മുഴയാണ്. ഇടികൊണ്ട് തന്നെ മുഴയാണ്. ചെക്കനെ ജീവിച്ചിട്ട് കാര്യമില്ലട്ടാ. ഞാനൊരു കേസ് പറയട്ടെ. ഒരു 2-2.5 ലക്ഷം രൂപ നമുക്ക് ചെലവായിട്ടുണ്ട് ഇപ്പൊ മൊത്തം ഈ കേസ് അന്വേഷണത്തോടനുബന്ധിച്ച്. എന്റെ പറമ്പിന്റെ കാശ്, നിന്റെ മാലയുടെ കാശ്, എന്റെ അച്ഛന്റെ വീതമുള്ള പറമ്പിന്റെ കാശ്, പശുവിന്റെ. സുഹൃത്തെ, അങ്ങനെ നീ അത് അതുണ്ട്. അപ്പൊ ഇതൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് 10 ലക്ഷം ഉള്ളി തരാന്ന് പറഞ്ഞിട്ടില്ലേ? 10 പോരാ, നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ്. നമുക്കൊരു 25 ലക്ഷം രൂപ വരണം. ചോദിക്കാം. തരും പുള്ളി. സിംഗപ്പൂരാണ് പുള്ളി തരുന്നേ, ധൈര്യമായിട്ടിരിക്കും. പുള്ളി വരുവോ? 10 മണിക്ക് പുള്ളി എത്തുന്ന കറക്റ്റ് ആയിട്ട് എത്തിയിരിക്കും. ആൻഡോ, സിംഗപ്പൂർ ആൻഡോ. ഓക്കെ സാർ. സാർ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സാറിന്റെ മനുവിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിലും ഇതിനകത്തുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത് ഒരു സംഭവം പറഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞുതരാം സാറേ. മരുമോന് ചെറിയൊരു ചിറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിട്ട്. അത് ഞങ്ങൾ ക്ലിയർ ചെയ്തു. ഇവന്റെ ഒറ്റയാളുടെ പെർഫോമൻസിൽ അത് ഞങ്ങൾ ക്ലിയർ ചെയ്തു. ഞങ്ങൾ കരിക്കുമ്പോഴത്തെ കഴുകിയും എടുത്ത് കേട്ടാ. അപ്പൊ ചെക്കൻ നല്ല ഫ്രഷ് ആയിട്ട്
വീട്ടിലെത്തും. ഓക്കെ, അതുകൊണ്ടാണ് കേസ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചത്. അല്ല, അത് ഫുൾ ഡീറ്റെയിൽ ഇതിലുണ്ട്. ഫുൾ ഡീറ്റെയിൽ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. 10 ലക്ഷത്തിൽ ഒതുങ്ങൂല. ഞങ്ങൾക്കൊരു 25 ഞങ്ങൾ 25 lakhs. Why not? എന്തുകൊണ്ടില്ല? രക്ഷപ്പെട്ടു പോലെ. ഓക്കെ, 1 minute. ഇതെന്റെ ഒരേ ഒരു മകളെ കെട്ടാൻ പോകുന്ന പയ്യന്റെ ഫുൾ ഡീറ്റെയിൽ ആണ്. കൺഗ്രാചുലേഷൻ, ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് പിടിക്കൂ. ഇതാരാണ്? ഇതേതായി പയ്യൻ? ഇത് എന്റെ ഒരേ ഒരു മകളെ കെട്ടാൻ പോകുന്ന പയ്യന്റെ ഫോട്ടോയാണ്. നിങ്ങൾ അന്വേഷിക്കണം അവന്റെ സ്വഭാവം എങ്ങനെയായിട്ടൊന്നും. അതല്ലേ ഒരു മോളുടെ. ഇത് എന്റെ ഒരേ ഒരു മകളെ കെട്ടുന്ന പയ്യന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അന്വേഷിച്ചത്. ഇത് എന്റെ ഒരേ ഒരു മകളുടെ പുറകെ നടക്കുന്ന പയ്യന്റെ ഫോട്ടോ. ഇത് നിങ്ങൾ അന്വേഷിക്കണം. പിന്നെന്താ ഇത്? Why not? അല്ല സാറ്, അത് മരുമോൻ. അപ്പൊ ഇതെന്റെ മകള് പുറകെ നടക്കുന്ന പയ്യൻ. ഈ മരുമോനെ അന്വേഷിച്ചപ്പോഴാണല്ലോ ഇതിന്റെ ഡീറ്റെയിൽ കിട്ടിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലാവാഞ്ഞത് ഈ മരുമോനെ ഏത് മരുമോനാ? ഇതെന്റെ മകളെ കിട്ടാൻ പോകുന്ന പയ്യൻ, എന്റെ മരുമോൻ. പിന്നെ ഈ മരുമോനാണെങ്കിൽ ആ മരുമോനേതാ ഈ മരുമോൻ? ഇതെന്റെ മകളെ കിട്ടാൻ പോകുന്ന പയ്യൻ. ഇതെന്റെ മകളെ ഒരേ ഒരു മകളെ കിട്ടാൻ പോകുന്ന പയ്യന്റെ ഫോട്ടോ. Why not? 25 lakhs. ലക്ഷപ്രഭുവാ എന്റെ പൊന്നി ചേട്ടന്മാരെ, ഇത് എന്റെ അമ്മാവനാ. ഇങ്ങനെ മുട്ടം ഭ്രാന്താ. അതെ, ഇങ്ങനെ ആകപ്പാട് ഒരു മകളെ ഉണ്ടായിരുന്നു. അതിനാണ് അങ്ങ് സിംഗപ്പൂരെ കല്യാണം കഴിച്ചിരുന്നത്. അതിനാണ് ആദ്യത്തെ മാസം തന്നെ ഭർത്താവ് തല്ലിക്കൊന്ന്. അന്ന് തന്നെ പുള്ളിക്ക് ഭ്രാന്തും പിടിച്ച്. അതിനുശേഷം പുള്ളിക്കാരൻ ഒരു ഫോട്ടോ ആയിട്ട് ഇങ്ങനെ ഇറങ്ങും. ഇതെന്റെ മകളെ കെട്ടാൻ പോണ ആളാണ്, അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അമ്മനോട് എന്തെന്ന് പറയോടാ? പറമ്പാ വീട് പറമ്പ് പോയോ? ആരോ വരുന്നുണ്ട്. യെസ്, കമാൻ. അമ്മണി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. സാറേ, അതൊരു ഭ്രാന്തന്റെ സംഭവം. എന്നോടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. ഏയ്, ഞാൻ നിങ്ങളൊരു കേസ് ഏൽപ്പിക്കാൻ വന്നതാണ്. കേസാ? അതെ. ഞങ്ങളെ എന്റെ 6 വർഷം ഞാൻ പൊന്നുപോലെ കൊണ്ടു നടന്ന എന്റെ പ്രേമം നശിപ്പിച്ച് പിന്നെ എന്നെ കാച്ചാളം മൂച്ചാളം തല്ലി ഈ കോലത്തിലാക്കിയ 3 പേര്. ഒരാളൊരു കൈനോട്ടക്കാരൻ, പിന്നെ ഒരാള് ഒരു കറുത്ത് മെലിഞ്ഞ വണ്ണം കുറഞ്ഞൊരു സ്ത്രീ, എന്നെ മാത്രം പിടിയിട്ടില്ല. പിന്നെ ഒരാള് ഒരു അങ്കിളാണ്, റിട്ടയർഡ് കേരളാവും തോന്നുന്നു. ഇവരെ 3 പേരെ എനിക്ക് കിട്ടണം. അവരെ അന്വേഷിച്ച് തന്നിന് 5 ലക്ഷം രൂപ അഡ്വാൻസ്. 5 ലക്ഷം ഇത് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിരിക്കും. എനിക്ക് അവരെ കൊല്ലണം. മുമ്പിൽ തരും. ബാക്കി ഡീലിന് ശേഷം. ജീവിതത്തിൽ ആദ്യമായിട്ടാ CID മാരെ അന്വേഷിക്കാൻ വേറെ CID ഏൽപ്പിക്കുന്നത്. ഇത് 5 ലക്ഷം ഉണ്ട്. നിന്റെ വീടിന്റെ കട എത്ര? 2.5 ലക്ഷം. 2.5 ലക്ഷം. നിന്റെ മാലയുടെ എത്ര? 50,000 രൂപ. 3 ലക്ഷം. എന്റെ പറമ്പിന്റെ 2 ലക്ഷം. പശു പറമ്പിലല്ലാതെ പശുവിനെ കെട്ടാൻ പറ്റുമോ? പശുവിനെ പറമ്പിൽ കെട്ടണ ആര് പറഞ്ഞത്? 1.5 ലക്ഷം നിന്റെ. 2.5 ലക്ഷം എന്റെ. കൺഫ്യൂഷൻ. 2.5 ലക്ഷം നിന്റെ. 50,000 ഉള്ളു എന്റെ. നിന്റെ എത്ര? എന്റെ 50,000. ശരി, ഈ കാശ് നമ്മള് നിന്റെ പറമ്പിന്റെ പൈസ എത്രയാണത്? 2.5 ലക്ഷം. 2.5 ലക്ഷം. നിന്റെ 50,000 രൂപ. ഇത് രണ്ടും നിങ്ങൾക്ക് എന്നിട്ട് ബാക്കിയുള്ള മൊത്തം കാശും എനിക്ക് ഞാൻ എടുക്കണോ? അയ്യോ, എന്തിനാ? അത് 3 വീതിച്ചാ മതി കേട്ടാ. മതിയല്ല? അപ്പൊ ഇത് 3 വീതിക്കുന്നു. നമ്മൾ ഈ കേസ് ഏറ്റെടുക്കുന്നു. 3 മണിക്ക് അന്വേഷിക്കുന്നു. നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. കേസാ. ഇന്നത്തോടുകൂടി ഈ ഏജൻസി പൂട്ടി. ഈ പൂരുമതി മുന്തന്നലിന്റെ ആ ഓർമ്മകൾക്ക് ഒരു നല്ല ഓർമ്മകളാണ്. നമ്മൾ അതിനകത്ത് പാട്ട് പാടാൻ പീലി ഏഴും വീശി വന്നൊരു പാട്ടിന് ബാറിൽ പാടുന്ന ഒരു കുട്ടിയെ അന്വേഷിച്ചു പോയി. ആദ്യം നമ്മളൊരു സ്കൂൾ കുട്ടിയെ പിടിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും പാച്ചിക്ക പറഞ്ഞത് പോലീസ് കേസിനകത്ത് പോകും,
കാരണം 16 വയസ്സാകാത്ത പെണ്ണാണോ ബാറിൽ വന്നതെന്ന് പാടുന്നത്? ഒരു അഭിനയിക്കാൻ ഒരു പെൺകുട്ടിയെ കിട്ടാൻ പാടാണ്. രശ്മി എന്ന് പറഞ്ഞിട്ട് കായംകുളത്തുള്ള നല്ല സുന്ദരിയായിരുന്നു, നന്നായി അത് ട്രയലൊക്കെ എടുത്തപ്പോഴത്തേക്കും നന്നായിട്ടുണ്ട്. പക്ഷേ പച്ചിക്കാക്കി നോക്കിയപ്പോഴത്തേക്ക് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അത്രയുമേ തോന്നിയുള്ളൂ. പിന്നെ നമ്മൾ പോയി പത്തനംതിട്ട നിന്നൊരു കുട്ടിയെ കൊണ്ടുവന്നു. പത്തനംതിട്ടല്ല, അവര് പക്ഷേ അതിനകത്ത് വേറൊരു വേഷം എന്നെ ഫർഗീസിന്റെ വൈഫായിട്ട്. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ് കേട്ടോ സുരേഷ്. ഞങ്ങളുടെ കൂടെ അസിസ്റ്റന്റും കൂടിയാണ്. ഞങ്ങളുടെ കൂടെ രാവിലെ ഇറങ്ങും, കാരണം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രം സുരേഷ്. കാരണം അന്ന് ഈ ട്യൂഷൻ സാറ് വരുന്നത് പോലെയാണ്. ഷോർട്ട് ഉണ്ട്, പോയി മേക്കപ്പ് ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ട്യൂഷൻ സാറ് ഫാസിൽ സാർ ഇങ്ങനെ നിൽക്കും അവിടെ. ഭയങ്കര മടിയാ മേക്കപ്പ് ഇട്ട് അങ്ങോട്ട് അഭിനയിക്കാൻ ചെല്ലാൻ. കാരണം അഭിനയത്തിന്റെ ABCD Z കഴിഞ്ഞുള്ള അക്ഷരവും കൂടെ പഠിപ്പിക്കും. പിന്നെ അതുപോലെ ബാബു ആന്റണിയെ പറ്റി പാചക ചോദിച്ചില്ലേ? അത് ലാല് ചെയ്യുന്ന ബാബു ആന്റണി ഒരു പാവം, ഭയങ്കര പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. റാഗിങ് ആണ്. ലാലിനാണെങ്കിൽ ലാലാക്രമിയാണ്. ലാലും ബാബു ആന്റണിയും കൂടെ ഒരു മുറിയിലാണ് ഡെയിലി കാലത്ത്. താൻ റെഡിയാക്കൂ, തനിക്കൊന്ന് ഷോർട്ട് ഉണ്ട് കേട്ടോ, രാവിലെ 7 മണിക്ക്. ഡയലോഗ് 1 മൈൽ നീളമുള്ള ഡയലോഗാ, പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പുള്ളി രാവിലെ മേക്കപ്പ് ഇട്ട് അതിലേ നടക്കുമ്പോഴത്തേക്കും പാച്ചി കഴിഞ്ഞു. സുരേഷ് എന്താ പുള്ളിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇന്ന് ഷൂട്ടിംഗ് ഒന്നുമില്ല, ഇയാളെന്തിനും മേക്കപ്പ് ഇട്ട് നടക്കുന്നത്? പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത് ലാല് ചെയ്യുന്ന പാരയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ലാലിനെ വിളിച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പക്ഷേ ഒരു രസമായിരുന്നു. എല്ലാ ദിവസവും ഭയങ്കര തമാശയായിരുന്നു അല്ലേ ആ കാലഘട്ടം. ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് നല്ലൊരു പാടല്ലേ? പൂവേ പൂവേ പൊൻപൂവേ പൂന്തന്നൽ വീശാറാ, പൂവേ പൂവേ പൊൻപൂവേ പൂന്തന്നൽ വീശാറാ, മാനത്തിൻ തോളത്ത് നീയും ഇനി ഊയലാടു ആലോലം, മാനത്തിൻ തോളത്ത് നീയും ഇനി ഊയലാടു ആലോലം, പൊന്നു തരാം പൊരുളു തരാം പൂമണവും തേനും തരാം, ചെല്ലത്തന്നൽ പള്ളിത്തേരിൽ അല്ലിപ്പൂവേ മെല്ലെ പോരൂ. സിനിമാ ചിരുമ വേദിയിൽ എന്നും ആഘോഷങ്ങളാണ്. പുതുപുത്തൻ ആഘോഷ കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരും ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു.